Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ Realmeയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Realme C3 ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് ലഭിക്കുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുക. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. എങ്കിലും നമുക്ക് 89.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 3 ആണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് സൈഡും ഫ്രെയിമും നമുക്ക് ലഭിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. അലുമിനിയം ഫ്രെയിമോ ഗ്ലാസോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നില്ല. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Helio G70 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിക്കുന്നത് Android 10 ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 3GB RAM and 32GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന ബേസ് വേരിയന്റും പിന്നെ 4GB RAM and 64GB ഇന്റേണൽ സ്റ്റോറേജ് എന്നൊരു വേരിയന്റും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. സോ SD കാർഡ് ഉപയോഗിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. 12 മെഗാപിക്സലിലെ മെയിൻ സെൻസർ ഉണ്ട്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിലെ ഒരു ഡെപ്ത് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ ലഭിക്കുന്നത് 8 മെഗാപിക്സൽ ആണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ അകത്താണ് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ USB പോർട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Realme C3 എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. സോ ഇതിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7,999 ആണ്. അതായത് ഏകദേശം 8,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് February 6th ആണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.